ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഭയങ്കര മഴയായിരുന്നല്ലോ. അപ്പോൾ നമ്മളിവിടെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കയറി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കൊന്നും കയറിയിട്ടില്ല. നമ്മളെ അടുക്കള ഭാഗത്തിലെ ആ ഒരു സ്ഥലത്തിലേക്ക് നന്നായിട്ട് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ആകപ്പാടെ വല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരികയാണ്. കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ തുടക്കുന്നൊന്നുമില്ല. അപ്പോൾ കറണ്ട് വന്നിട്ട് വേഗം തന്നെ പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ക്യാപ്പിലാണ് ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് തലേന്ന് വെച്ചിട്ടുള്ള കറി ഉണ്ടായിരുന്നു, മീൻ കറി. അപ്പം ചോറ് ഇവിടെ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. ഇത് വേഗം ഞാൻ നന്നാക്കണം. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചീത്തയായി പോവുമല്ലോ. ഇതാ ചെമ്മീനൊക്കെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മസാല ഒന്ന് പുരട്ടി വെക്കുകയാണ്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മസാല ഒന്ന് തേച്ച് വെക്കുക. ചെമ്മീൻ ഇവിടെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. രണ്ട് ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ചെമ്മീനാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്തോളും. കാരണം അത്ര വേവില്ലാത്തൊരു മീനാണല്ലോ. അപ്പോൾ തന്നെ ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിതിട്ട് പൊരിച്ചെടുക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടത് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വെളിച്ചെണ്ണ ചെമ്മീൻ പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സവാളയും പച്ചമുളകും പാടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, പച്ചമുളക് മറന്നത് വരെ. ഇത് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നമ്മളെ ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കേബേജ് ഉണ്ടായിരുന്നുണ്ട് ഉപ്പേരിക്ക്, അപ്പം ഞാൻ അതും കൂടി എടുത്ത് ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കേബേജ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.